بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറ ആലു ഇമ്രാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 41 ആയത്തുകൾ കഴിഞ്ഞു. 42ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് എടുക്കേണ്ടത്. ആദ്യം പാരായണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإذ قالت الملائكة يا مريم إن الله اصطفاك وطهرك واصطفاك على نساء العالمين. وإذ قالت, ഇത് എന്ന് പറഞ്ഞാൽ മുൻപ് കഴിഞ്ഞു പോയ ഒരു സന്ദർഭത്തെ സംബന്ധിച്ചാണ്. വരാനിരിക്കുന്ന ഒരു സന്ദർഭത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇദാ എന്നാണ് പറയാ, ഇദാ ജാ എന്നൊക്കെ. അപ്പോൾ വ ഇദ് ഖാലത്തിൽ മലായിക, മലക്ക്, മലായിക്, മലക്കുകൾ പറഞ്ഞ സന്ദർഭം. യാ മറിയം, മറിയമേ. മർയം, മറിയ എന്നല്ല, മർയം. മറിയം എന്നാണ് നമ്മൾ വിളിക്കുമ്പോ. മറിയ മറിയ എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. മറിയം എന്നാണ്. മറിയം. പിന്നെ മറിയത്ത് അങ്ങനെ വിളിക്കുക, മറിയത്താന്ന് അങ്ങനെ വിളിക്കേ, മറിയത്താന്ന് വിളിക്കേണ്ടി വരും. അത് സാരല്ല കേട്ടോ, അങ്ങനെ വിളിക്കണേനൊന്നും കുഴപ്പമില്ല. പക്ഷെ ശരിക്കുള്ള ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ മതി. മറിയം. മേരി, മേരി. അതെ അതെ, മേരി. ഏ മറിയം, മറിയമേ. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അള്ളാഹു, ഇസ്തഫാക്കി, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്തഫാക്കി, നിന്നെ കി എന്ന് പറയാൻ കാരണം പെണ്ണായതുകൊണ്ട്. വത്വഹറക്കി, നിന്നെ ശുദ്ധിയാക്കുകയും അഥവാ വിശുദ്ധയാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വിശുദ്ധ മറിയം. വസ്തഫാക്കി, വീണ്ടും പറയാണ്, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അലാ നിസാ, നിസാ എന്ന് പറഞ്ഞാൽ അറിയാലോ, പെണ്ണുങ്ങള്. അലാ നിസാ, സ്ത്രീകളെക്കാൾ, സ്ത്രീകളിൽ വെച്ച്. അൽ ആലമീൻ, ഏത് സ്ത്രീകളാണ്? ലോകത്തെ മുഴുവൻ സ്ത്രീകളും. മലക്കുകൾ പറഞ്ഞത് ഓർക്കുക, മറിയം, അള്ളാഹു നിന്നെ പ്രത്യേകം തെരഞ്ഞെടുത്തിരിക്കുന്നു, വിശുദ്ധയും ലോകത്തിലെ മറ്റേത് സ്ത്രീകളെക്കാളും വിശിഷ്ടയും ആക്കിയിരിക്കുന്നു. ലോകത്തെ മറ്റേത് സ്ത്രീകളെക്കാളും വിശുദ്ധയാക്കിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞത് യഹ്യ അലൈഹിസ്സലാമിന്റെ ജനനത്തെ കുറിച്ചാണ്. അത് പറഞ്ഞിട്ട് പിന്നെ യഹ്യ അലൈഹിസ്സലാം ജനിച്ചു, വളർന്നു, ഇങ്ങനെ തുടർന്നു പോവല്ല. കാരണം ഒരു പത്ര റിപ്പോർട്ടിന്റെ സ്റ്റൈലിലല്ല പരിശുദ്ധ ഖുർആൻ കാര്യങ്ങൾ പറയാം. അപ്പോ യഹ്യ
അലൈഹിസ്സലാമിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചു. ജക്കരിയ പ്രാർത്ഥിച്ചു, പിന്നീട് ആ സന്തോഷ വാർത്ത ലഭിച്ചു. അപ്പൊ ഇത് അള്ളാഹുവെ നിന്നിൽ നിന്ന് തന്നെയാണെന്നുള്ള ഒരു ആയത്തും ഉണ്ടാന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, 3 ദിവസം ഉണ്ട് കയ്യിലാന്ന് പറഞ്ഞു. ഇങ്ങനൊക്കെ പറഞ്ഞു. ഇനി യഹിയ അലൈഹിസ്സലാം ജനിച്ചു, വളർന്നു, അങ്ങനെ പോവല്ല. അതാണ് പറഞ്ഞു വെച്ചു. കാരണം അത് പറഞ്ഞതുപോലും ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു പശ്ചാത്തലം ഒരുക്കണ്ടേ സംസാരത്തിന്, വേണ്ടേ? അത് നമുക്ക് ഒരു ഒരു സംസാര മര്യാദ കൂടിയിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഒരു കാര്യം ഒരാളോട് പറയുമ്പോ ആ പറയുന്ന കാര്യം അയാൾക്ക് ബോധ്യപ്പെടാൻ പാകത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഒന്ന് ഒരു മണ്ണൊരുക്കം നടത്തണം. അല്ലാതെ ബെല്ലടിച്ച് വാതിൽ തുറന്ന പാടൻ 500 പേര് എന്ന് പറഞ്ഞാല് ഏതൊരാളും ചോദിക്കും, ഇവിടെ തന്നേൽപ്പിച്ചിനോ എന്ന് ചോദിക്കൂലേ? അതേസമയം സലാം പറഞ്ഞ് ഇതൊക്കെ വർത്താനം സുഹൃതന്നല്ലേ, കുറെ അല്ലേ കണ്ടിട്ട് ഇങ്ങോട്ടൊക്കെ ഇറങ്ങണമെന്ന് വിചാരിക്കും, പക്ഷെ കഴിയൂല, പിന്നെ അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞല്ലേ. ഇവിടെ എന്തോ പണിയൊക്കെ എടുപ്പിച്ചപ്പോ ഇല്ലല്ലേ, അങ്ങനൊക്കെ ചോദിച്ച്. അപ്പോ മൊത്തത്തിൽ എന്തായെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു പാലം ആയി കഴിഞ്ഞു. എന്തിനോ ഒന്നാണ് എന്നുള്ള ഒരു സംഗതി. എന്നിട്ട് എന്തൊക്കെ എങ്ങനെയെന്നൊക്കെ ചോദിച്ച് അപ്പോഴാണല്ലോ ഒരു കാര്യം പറയാ. പള്ളിന്റെ പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. നിങ്ങൾ മുമ്പ് പിന്നെ അന്ന് ചെയ്ത കാര്യം വളരെ ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയലുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ ഒരു ഇടപെടൽ കൊണ്ട് ഉണ്ടായിട്ടുള്ളൊരു ഗുണം വളരെ നന്നായി, അൽഹംദുലില്ലാ. വളരെ സംഗതിയായിരുന്നു അത്. അപ്പൊ ഇങ്ങനെ പോണുണ്ട് അല്ലേ? നിങ്ങൾ അന്ന് അങ്ങനെ തന്നതിന് ശേഷം പിന്നെ ഒരുപാട് ആളുകൾ തന്നു. അതുകൊണ്ട് വളരെ വേഗത്തിൽ കാര്യങ്ങളൊക്കെ നീങ്ങി. അപ്പൊ ഇയാൾക്കും ഒരു സന്തോഷായി. എന്നിട്ട് നമുക്കതൊന്ന് പൂർത്തിയാക്കണം. അല്ല, കുറെ വഴികളൊക്കെ നോക്കുന്നുണ്ട്. എന്നാലും നിങ്ങളാണല്ലോ ഇതിന്റെ തുടക്കം. അതുകൊണ്ട് നിങ്ങളോടൊന്ന് പറയണല്ലോ. ഏത് അയാൾക്കും വേണ്ടി പറയണമായിരുന്നു. അങ്ങനെയൊക്കെ കൂടി ആണല്ലോ ഒരു സംഗതിയിൽ എത്തുക. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാ കാര്യവും അങ്ങനെയാണ്. നിശ്ചയത്തിന് പോയാലും അങ്ങനെയാണ് നമ്മൾ പറയാ. ആദ്യം തന്നെ റെഡി 1 2 3 എന്ന കല്യാണം, അങ്ങനെയല്ലല്ലോ. അപ്പൊ എല്ലാത്തിനും അങ്ങനെയാണ്. ഇങ്ങനെ പറഞ്ഞാലാണ് ഇപ്പൊ നമ്മൾ ഒരാളെ തിരുത്തണമെങ്കിലും അങ്ങനെ പറഞ്ഞാലാണ് തിരുത്തുക. ഒരാളെ നമുക്ക് തിരുത്തണം എന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? അയാളെ വിളിച്ച് അയാളെ നന്മകളൊക്കെ പറഞ്ഞ്, അങ്ങനെയാണ് അയാൾക്ക് തിരുത്താനും കഴിയുള്ളൂ കേട്ടോ. അല്ലാതെ പിന്നെ അല്ലെങ്കിൽ വെറും തെറ്റു മാത്രം പറയുന്ന ഒരാളായിട്ട് കാര്യമല്ല. അപ്പൊ സംസാരത്തിന് ഒരു രീതിയുണ്ട്, ഒരു ശൈലിയുണ്ട്. ഒരു 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 അവസ്ഥ ആദ്യം ഉണ്ടാക്കണം. അപ്പൊ ഇവിടെ പറയാൻ പോകുന്നത് വലിയ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തുല്യതയില്ലാത്തൊരു കാര്യം. അപ്പൊ ആദ്യം തന്നെ അതിന് മുമ്പേ പറഞ്ഞ് പഠിപ്പിച്ചു യഹിയ അലൈഹിസ്സലാമിന്റെ ജന്നത്തെ കുറിച്ച്. അതന്നെ ഒരു വലിയ അത്ഭുതമുള്ള കാര്യമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുട്ടികളുണ്ടാവാത്ത ഒരു സ്ത്രീയാണ്. അത് ആദ്യ കുട്ടികളുണ്ടാവാത്ത ഒരു സ്ത്രീ, പിന്നീട് പ്രായാധിക്യവും ഉണ്ടായി. അപ്പൊ ഇനി കുട്ടികളുണ്ടാവാനുള്ള ഒരു സാധ്യതയും ബയോളജിക്കലായിട്ടില്ലാത്ത ഒരാൾ. ഇദ്ദേഹവും അങ്ങനെ തന്നെ, ഇദ്ദേഹവും പ്രായാധിക്യമുള്ള ഒരാൾ. പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെയുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഞാൻ പഠിച്ചവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെക്കുന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്. മെഹ്റാബ് മറിയമിൽ ഭക്ഷണം കണ്ടപ്പോൾ അള്ളാഹു തന്നതാണിത് എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ അള്ളാഹ് കൊടുക്കും, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് വെക്കുന്നില്ല. മനസ്സിലായില്ലേ? ഇത് നമ്മളുടെ പ്രാർത്ഥനക്കും ബാധകമാണ്. നമ്മൾ എന്ത് ചെയ്യരുത്? പിന്നെ നമ്മൾ അള്ളാഹുവിന്റെ കഴിവിനെ നമ്മൾ വിലമതിക്കാതെ ചോദിക്കരുത്. നമ്മൾ അള്ളാഹുവിന്റെ കഴിവിനെ വിലമതിച്ച് അള്ളാഹ്ക്ക് ഇത് കഴിയും എന്ന നിലക്ക് തന്നെ കഴിയണം. ഒരു തമാശക്ക് പറയുന്ന ഒരു പ്രഭാഷകനുണ്ട് യൂട്യൂബില്, എപ്പോഴും ഇങ്ങനെ പറയണം. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ എന്തിനാണ് ഒരു പൊരയില്ലാത്തവൻ പ്രാർത്ഥിക്കുമ്പോഴേ പഠിച്ചോനെ ഒരു ചെറ്റക്കുടിലെങ്കിലും തരണേ, അതിന് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? വലിയ ഓളിയപ്പുരമാണെന്ന് തന്നെ പ്രാർത്ഥിച്ചൂടെ? കാരണം ആരോട് നിങ്ങൾ ചോദിക്കുന്നത്? തരാനില്ലാത്തവനോട് ചോദിക്കുമ്പോഴല്ലേ. കാരണം വലിയ തന്നെ ചോദിച്ചൂടെ? എന്നിട്ട് അള്ളാഹ് തരുന്നത് തന്നോട്ടെ, അൽഹംദുലില്ലാ എന്ന് പറയണം അന്നേരം.
കുറഞ്ഞു എന്ന് പറയാൻ പാടില്ല. പക്ഷെ എന്നാലും ചോദിക്കുമ്പോ നിങ്ങൾക്ക് എന്ത് ചോദിക്കാം? വലുത് ചോദിക്കാം. സ്വർഗം ചോദിക്കുമ്പോ നിങ്ങൾ ചോദിക്കേണ്ടത് ജന്നാത്തുൽ ഫിർദൗസ്, അല്ലാണ്ട് അവിടെ എവിടെയെങ്കിലും ഒരു രൂലി നല്ല പറയണ്ടേ. ചോദിക്കുമ്പോ ചോദിക്കണം. കാരണം നമ്മളെ ചോദ്യമാണ് നമ്മുടെ ആഗ്രഹം, നമ്മളെ പ്രതീക്ഷ. എങ്ങനെയുണ്ട്? എങ്ങനെയൊന്നും വേണ്ട, എന്നോട് ഒത്തൊപ്പിച്ച് പോയാൽ മതിയേനു എന്നാണ് നമ്മൾ പറയണത് തന്നെ എങ്കിൽ പിന്നെ അതിന്റെ മേലോട്ട് പോവില്ല. അപ്പൊ നന്നായിട്ട് ഏറ്റവും ഇഹ്സാനോടുകൂടി ഏറ്റവും പെർഫെക്റ്റ് ആയത് ഏറ്റവും നല്ലത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുക. ഒരു വോട്ടുണ്ടെങ്കിൽ തന്നെ ജയിക്കൂ. ഒറ്റ വോട്ട് തന്നെ മതിയല്ലോ. 5 കൊല്ലം ഒരാൾക്ക് മെമ്പർ ആവാൻ ഒറ്റ വോട്ട് മതി. പക്ഷെ നമ്മളോട് ഒരു ചോദിക്കണത് ഒറ്റ വോട്ടിന് ജയിപ്പിക്കണം എന്നല്ല. മുമ്പ് അങ്ങനെ ചില ആൾക്കാർ ചോദിച്ചിരുന്നു എന്നാണ്, മാറ്റത്തിന് 1 വോട്ട്. അങ്ങനെ 1 വോട്ട് കിട്ടുമല്ലേ, വേറെ ആരും വോട്ട് ചെയ്തില്ല. ചോദിക്കുന്നത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ. അപ്പൊ ചോദിക്കുമ്പോ എന്തിനാണ് കുറയ്ക്കുന്നത്? കൂടുതൽ നന്നായിട്ട്. അപ്പൊ നിങ്ങൾ ദുആ ചെയ്യുമ്പോ ഒക്കെ അങ്ങനെ ദ്വാരിക്കണം. എല്ലാ കാര്യങ്ങളും, ഭൗതികമായ കാര്യമാണെങ്കിലും ഉഖ്റവിയായ കാര്യമാണ്, എല്ലാം അങ്ങനെ ചോദിക്കും. അപ്പോ സക്കരിയ ചോദിക്കുന്നതിൽ എന്ത് കാണിച്ചില്ല? ഒരു പിശുക്കും കാണിച്ചില്ല. അപ്പൊ അങ്ങനെ അതൊക്കെ കിട്ടി. അപ്പൊ ആ അത്ഭുതം തന്നെ ഉണ്ട് ഒരു വലിയ സംഗതിയായിട്ട്. കാരണം അതിനേക്കാൾ വലിയൊരു അത്ഭുതത്തെ കുറിച്ച് പറയാൻ പോവാണ്. അതിന്റെ മുന്നോടിയായിട്ടായിരുന്നു അത് പറഞ്ഞത്. അപ്പൊ അവിടെ കുറെ ചുറ്റിത്തിരിഞ്ഞ് നിൽക്കാതെ, വിശദീകരിക്കാതെ ഉടനടി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ എന്താ പറയുന്നത്? വഇദ് ഖാലത്തിൽ മലായികതു യാ മറിയം ഇന്നല്ലാഹ ഇസ്തഫാക്. അല്ല മറിയം, മലക്കുകൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എല്ലാ മലക്കുകളും കൂടി പറയണമെന്നില്ല. നമ്മൾ നേരത്തെ ആയത്തിൽ പറഞ്ഞിരുന്നല്ലോ. ആ മലക്കുകളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു മലക്ക്, ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞാൽ തന്നെ മതി. എന്താ പറഞ്ഞത്? അല്ല മറിയം, നിന്നെ അല്ലാഹു തആല നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. മറിയമിന്റെ മാതാപിതാക്കൾ ദുആ ചെയ്തത് എന്തിനാണ്? ഒരാൺകുട്ടി ഉണ്ടാവും എന്നുള്ള നിലക്കാണ്. പക്ഷെ അള്ളാഹുവിന്റെ തെരഞ്ഞെടുപ്പ് അവിടെ നടന്നു കഴിഞ്ഞു. ആൺകുട്ടിയല്ല വേണ്ടത്, വേണ്ടത് ഈസാ നബിന്റെ ഉമ്മയാണ്. ആര് തീരുമാനിച്ചു? അള്ളാഹ് തീരുമാനിച്ചു. ഇവർക്കൊന്നും തീരുമാനമല്ല. ഇവര് ദുആ ചെയ്തു, കുട്ടിനെ കിട്ടിയാലേ ഞാൻ കൊടുക്കാന്നൊക്കെ നേർച്ചാക്കിന്നല്ലാതെ അതിന്റെ അപ്പുറം പോവാൻ നമുക്ക് കഴിവില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അള്ളാഹു തീരുമാനം എടുക്കുന്നു. നമ്മളെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. തീരുമാനം മുഴുവനും ആരുടേതാണ്? അള്ളാഹുവിൻ്റെതാണ്, നമ്മുടേതല്ല. നമ്മുടെ ജനനമായാലും നമ്മുടെ മരണമായാലും എല്ലാ കാര്യങ്ങളും അതിന്റെ രചന, സംവിധാനമൊക്കെ അള്ളാഹുവാണ്. കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം ഒക്കെ പടച്ചവനാണ്, നമ്മളല്ല. പിന്നെ നമുക്ക് എന്താ പണിയെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ റോള് ഏറ്റവും നന്നായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മമ്മൂട്ടി ഒരു വലിയ നടനാണ്. അപ്പൊ അയാള് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അയാളല്ല. ഞാൻ മമ്മൂട്ടിയാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വലിയ കാറിൽ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അയാൾ സൈക്കിൾമേലാണോ വരേണ്ടത്? നടന്നാണോ വരേണ്ടത്? അയാൾ കീറിയ പാൻ്റാണോ എടുക്കേണ്ടത്? അല്ലേ? അയാൾ അടിച്ചായിരുന്ന പണിയാണോ, ബാത്റൂം കയറുന്ന പണിയാണോ എടുക്കേണ്ടത്? ഇതൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? സംവിധായകൻ. ഇയാൾക്ക് എന്താണ് പണി? അയാളോട് പറയാണ് ഈ കണ്ടക്ടറായിട്ട് അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അഭിനയിക്കുക. ഞാൻ വലിയൊരു നടനാണ്, ഞാൻ അങ്ങനെ കണ്ടക്ടർ ഒന്നും ആവൂല, ഞാൻ ഇവിടെ മുലളയിക്കോളാം, ഇങ്ങനെ പറയൂല. അങ്ങനെ പറഞ്ഞാൽ അയാൾ നല്ല നടനാവൂല. ഇതുപോലെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ റോൾ ഉണ്ടാവും. അത് ചിലപ്പോൾ വെല്ലിപ്പായിട്ടുള്ള റോളായിരിക്കും, വെല്ലിമ്മായിട്ടുള്ള റോളായിരിക്കും. പക്ഷെ സിനിമയിലൊക്കെ ഒരാൾക്ക് ഒരു റോളാണ് ഉണ്ടാവുക, ചിലത് ഡബിൾ റോൾ ഉണ്ടാവും. വളരെ അപൂർവമായിട്ട് 3 or 4 റോളൊക്കെ അഭിനയിച്ച വലിയ നടന്മാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ഏതൊരു സാധുവിനും മൾട്ടി റോളാണ്, ഒരു റോളല്ല. മോനായിട്ട്, ഇക്കാക്കായിട്ട്, അനിയനായിട്ട്, അല്ലെ? അല്ലെങ്കിൽ മോളായിട്ട്, പെങ്ങളായിട്ട്, ഭാര്യയായിട്ട്, അല്ലെ? ഈ ഭാര്യ ആയിരിക്കെ തന്നെ ഉമ്മയായിട്ട്, അപ്പൊ തന്നെ വേറെ ആളെ മോളായിട്ട്, അപ്പൊ തന്നെ വല്യമ്മയായിട്ട്, അപ്പൊ തന്നെ അയൽവാസിയായിട്ട്, അപ്പൊ തന്നെ അയൽക്കൂട്ടത്തിലെ സെക്രട്ടറി ആയിട്ട്,
മഹലിന്റെ വനിതാ നേതാവായിട്ട് ഒരേ സമയം പല റോളാണ്. അപ്പൊ ഒരു റോള് നല്ല ഉഷാറാക്കി അടുത്ത റോള് ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല നടനാവൂല അല്ലേ? ഉമ്മ എന്നുള്ളവർക്ക് ഓക്കെയാണ്, ഭാര്യ എന്നുള്ളവർക്ക് പോക്കാണ്. എന്നാലോ പോയില്ലേ, ജീവിതം പോയില്ലേ. അതേപോലെ തന്നെ ഒരു ടീച്ചർ ചില മനുഷ്യന്മാർ അങ്ങനെയൊക്കെ ഉണ്ട്. ടീച്ചർ എന്നുള്ള അധ്യാപകൻ എന്നുള്ളവർക്ക് വലിയ നല്ല മികച്ച അധ്യാപക അവാർഡൊക്കെ വാങ്ങും. ഭർത്താവ് എന്നുള്ളവർക്ക് 0 ആയിരിക്കും. അപ്പോ അയാളുടെ അധ്യാപക റോള് വീട്ടിൽ കയറുന്നവരേ ഉള്ളൂ, അതിന്റെ അകത്തെത്തുന്നതോട് കൂടിയിട്ട്. അപ്പൊ അങ്ങനെ റോള് കിട്ടുന്ന മുഴുവൻ റോളും നന്നായി അഭിനയിക്കുക എന്നുള്ളതാണ് ജീവിതം എന്ന് പറയുന്നത്. അത് നന്നാവില്ല അങ്ങനെ. അതിലാണ് നമുക്ക് എന്താണ് പത്മശ്രീയും ഒക്കെ വാങ്ങേണ്ടത്, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ വിജയം, ഫഖദ് ഫാസ ഫൗസൻ അളീമാ, മഹത്തരമായ വിജയം നേടേണ്ടത് നമുക്ക് കിട്ടുന്ന റോൾ നന്നായി അഭിനയിക്കുന്നത്. അപ്പൊ മറിയമിന്റെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചത് ഒരു ആൺകുട്ടി ഉണ്ടായി ഒരു സേവനം ചെയ്യാൻ പള്ളി കൊടുക്കണം. പക്ഷെ അള്ളാഹ് തീരുമാനിച്ചത് അങ്ങനല്ല, വേറെ നൽകണം. അപ്പൊ അള്ളാഹുവിന്റെ ഒരു തീരുമാനം അന്ന് തന്നെ വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ നമ്മളുടെ ഇടയിൽ ഉണ്ടാവുന്ന മരണങ്ങളും സംഗതികളൊക്കെ ആലോചിച്ചാൽ നമുക്കത് കാണാൻ പറ്റും. ഇപ്പൊ ഇന്നലെ കാനത്തിൽ ജമീല മരിച്ചു. നമ്മളൊരു പുരയുള്ള ഒരാൾ മരിച്ച പോലുള്ള ഒരു ഫീലിംഗ്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇടപെടലും അതൊക്കെ അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്കാവുന്ന അറിയും. അവരൊരു പ്രത്യേകത ഞാൻ കണ്ടെന്താന്ന് വെച്ചാൽ എപ്പോഴും പ്ലസന്റ് ആയിരിക്കും. വളരെ അവരെ കണ്ടാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്, ഒരു നല്ല ഒരു പെണ്ണുങ്ങള്. അപ്പൊ ഞാനിപ്പോ അതിന് ശേഷം വന്ന ഫോട്ടോകളൊക്കെ ഒന്നുകൂടി ഇങ്ങനെ നോക്കി സോഷ്യൽ മീഡിയയിലൊക്കെ, എല്ലാത്തിലും അവരുടെ മുഖം അങ്ങനെയുള്ള ഒരു സംഗതിയാണ്. ഒരു സാധാരണ ഒരാളുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും, എത്ര വലിയ നേതാവാണെങ്കിലും. ചില നേതാക്കന്മാര് പുരേന്നും ഉള്ള പ്രശ്നങ്ങളാണ് പത്രക്കാരോട് കാണിക്കുന്നത്. ഒന്ന് ചോദിക്കണ ആൾക്കാരോട് ദേഷ്യം പിടിക്കണത് പത്രക്കാരോടല്ല, ശരിക്കും ദേഷ്യം പിടിക്കണത് പത്രക്കാരോടല്ല, പറഞ്ഞാൽ കേൾക്കാത്ത ഒരാൾ പുരയിലുണ്ടാവും, അങ്ങനെയായിരിക്കും. അപ്പൊ ഇങ്ങനൊക്കെ ചിലപ്പോ കാണിക്കും. അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാവും, ചിലപ്പോൾ രോഗം ഉണ്ടാവും, വേദന ഉണ്ടാവും, അതൊക്കെ വേറൊരു നിലക്ക് പ്രകടിപ്പിക്കും. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ പലയാതി ടെൻഷനും, പ്രത്യേകിച്ച് ഒരു സ്ത്രീ പൊതുരംഗത്ത് ഉണ്ടാവുന്ന ആള് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരെപ്പോഴും വളരെ പ്രസന്നവതിയായിരുന്നു എന്നുള്ള. ക്യാൻസർ വന്നു, മരണപ്പെട്ടു, അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോ നമ്മൾ വിചാരിക്കുന്ന സമയത്തല്ല നമ്മുടെ ജനനം, നമ്മൾ വിചാരിക്കുമ്പോഴല്ല നമ്മുടെ മരണം. നമ്മളിങ്ങനെ പോവാണ്. ആ പോണ പോക്കില് നമ്മൾ ചെയ്യേണ്ട പണികള് നമ്മൾ വൃത്തിയിൽ ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. അതെ. അപ്പോ അതെ 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 ആ എനിക്കറിയാം. ഞാൻ കുറ്റ്യാടിയായിട്ട് ബന്ധമുള്ളത് കൊണ്ട് അവരെ അറിയാം. ഇഫ്താറും പരിപാടിയൊക്കെ ആ ആണല്ലേ. ഓക്കെ ഓക്കെ. അതെ 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 അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അവരുടെ കുടുംബത്തിനുള്ള പ്രയാസങ്ങൾ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കട്ടെ. അപ്പോ നമ്മളിതിലേക്ക് തന്നെ വരിക. അപ്പോ എന്താന്ന് വെച്ചാൽ മറിയം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ഈ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അള്ളാഹു നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. എന്താക്കിയിരിക്കുന്നു? നിന്നെ വിശുദ്ധയാക്കിയിരിക്കുന്നു. ഇതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അശുദ്ധി പോലും അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ്. അപ്പൊ മെൻസ്ട്രേഷൻ ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു അവര് പ്രത്യേകമായി അള്ളാഹു എന്താക്കിയെന്ന് വെച്ചാൽ കാരണം അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത് പ്രത്യേകമായ ഒരു സംഗതിയാക്കിയിട്ടുണ്ട്. അപ്പോ ശാരീരികമായ ശുദ്ധിയും സ്വഭാവപരമായ ശുദ്ധിയും, വളരെ നല്ല സ്വഭാവം. വസ്തഫാക്കി അലാ നിസാഇൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ സ്ത്രീകളെക്കാളും നല്ല സ്ത്രീയായിട്ട്, ലോകത്തുള്ള എല്ലാ സ്ത്രീകളെക്കാളും വിശിഷ്ടയായ സ്ത്രീ. എല്ലാ സ്ത്രീകളും നല്ലവർ തന്നെയാണ് കേട്ടോ. അപ്പൊ അതിലും നല്ലത് എന്നാണ് പറയുന്നത്. അല്ല, അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അത് ഇതിന്റെ അടുത്ത ആയത്തിൽ അതിലേക്ക് ഒരു സൂചന ഉണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞു മറിയം. ഇനി
മറ്റേതൊരു സ്ത്രീയെക്കാളും വിശിഷ്ടയും വിശുദ്ധയും നല്ല കഴിവും നല്ല പവറും നല്ല പവർഫുൾ ആയിരുന്നു മറിയം. നമ്മളുടെ ചില സങ്കല്പങ്ങൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. ഒരാൾ വിശുദ്ധയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാധുവാണ് എന്നല്ല. അല്ല, നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ഓ നല്ലോനാണ്, ഓ അങ്ങനെ ഉണ്ടല്ലോ. ഒരു നല്ലോനാവുന്നതിന്റെ ലക്ഷണം എന്താണ്? അങ്ങനല്ല. നല്ല ബോൾഡാണ്, നല്ല സ്ട്രോങ് ആണ്. നല്ല സ്ട്രോങ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ വിശുദ്ധയാണ്. യാതൊരു തരത്തിലുള്ള സ്വഭാവ ദൂഷ്യങ്ങളും പ്രശ്നങ്ങളും ഒന്നുമില്ല. പക്ഷെ ആളെന്താണ്? വളരെ സ്ട്രോങ് ആണ്. അപ്പോ നമ്മളെ ഒരു പൊതുബോധം എന്താന്ന് വെച്ചാല്, ഒരു സാധു ഒന്നിനോടൊന്നും ആ ഒരു പ്രതികരണം അല്ലാത്ത അതാണ് ഒരു പ്രതികരണം. അതിനോട് എന്ത് പറഞ്ഞാലും എന്താണ്, ഒന്ന് തൊള്ളയെ കയറ്റാ കടിക്കാത്ത, ഒരു കുണത്തിലൊരു ദോഷത്തിനൊന്നും ഇല്ലാത്ത, അങ്ങനെ ഉണ്ടല്ലോ. ഒരു റോഡ് മക്കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു സൈക്കിൾ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സൈക്കിളിന്റെ ഇപ്പുറത്തൂടെ പോകുന്ന, എന്റെ സൈക്കിളിന്റെ ഇപ്പുറത്തൂടെ പോണെന്ന് വെച്ചാല് സൈക്കിൾ തന്നെ ഇരിക്കാൻ വെച്ചത്, അതിന്റെയും അതിന്റെ ഇടയിൽ കൂടെ പോണെങ്കിൽ എത്രത്തോളം ആയിരിക്കണോ, ഇപ്പുറത്തെ സ്ഥലമല്ലായിട്ടല്ല. ഇങ്ങനെയുള്ള ഒരു വല്ലാത്ത ഒരു, അങ്ങനല്ല മറിയം മാത്രല്ല, ഖുറാനിൽ പേര് പരാമർശിച്ചിട്ടുള്ള പ്രവാചകന്മാരൊക്കെ വളരെ ബോൾഡാണ്. മൂസാ നബിനെ പറ്റി ഖവിയ്യുൻ അമീൻ, ശക്തനാണ്, വിശ്വസ്തൻ, എല്ലാരും അങ്ങനെ തന്നെയാണ്. അപ്പൊ നമുക്കുള്ള ഒരു നല്ല ആള്, ശുദ്ധനായ ആള്, ശുദ്ധയായ ആള് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ ലൈഫായത് എന്നല്ല, വളരെ ബോൾഡാണ്, നല്ല ധീരയാണ്. മറിയമിനെ പോലെ ധീരയായ ഒരു പെണ്ണ് വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മറിയമിന്റെ അത്ര ധീരത ഒരു പുരുഷന് തന്നെ ഉണ്ടോന്ന് അറിയില്ല. അത്രയും ധീരത ഉണ്ടായിരുന്ന ഒരു പെണ്ണാണ്, ഒരു വനിതയാണ് മറിയം. കാരണം ഇനി വരുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പൊ അള്ളാഹു പ്രത്യേകമായി തെരഞ്ഞെടുത്തു ഈ ഒരു സ്ട്രെങ്ത് എങ്ങനെയാണ് മറിയമിന് ലഭിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. ഇത് മറിയമിന് മാത്രം ഉള്ളതാണോ? മറിയമിന് മാത്രമേ കിട്ടുള്ളൂ? ഇതെങ്ങനെയാണ് ലഭിച്ചത്? അതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. യാ മറിയം ഖുനതി ലിറബ്ബികി വസ്ജുദി വർക്കഈ മഅർ-റാക്കിഈൻ. യാ മറിയം, അല്ലയോ മറിയം, ഖുനതി, നീ അനുസരിക്കുക, കീഴടങ്ങുക, കീഴൊതുങ്ങുക, അല്ലെ? ലിറബ്ബിക്, നിന്റെ റബ്ബിന്, വസ്തുതി വർക്കഈ, നീ അവനെ സാഷ്ടാംഗം ചെയ്യുകയും തലകുനിക്കുകയും ചെയ്യുക, മഅർ-റാക്കിഈൻ, തലകുനിക്കുന്നവരോടൊപ്പം. ഇങ്ങനെയാണ് പവർഫുൾ ആവേണ്ടത്. അപ്പോൾ ഒരാൾക്ക് ശക്തി ഉണ്ടാകുന്നത് അയാളുടെ ഭക്തിയിലൂടെയാണ്. ഒരാൾക്ക് ശക്തി നൽകാത്ത ഭക്തി യഥാർത്ഥത്തിലുള്ള ഭക്തിയല്ല. നമുക്കിപ്പോ എന്താന്ന് വെച്ചാൽ നല്ല ഭക്തി ഉണ്ട്, ദിക്റുണ്ട്, ദുആ ഉണ്ട്, ആരാധനകളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങൾ തൊട്ടാവാടി ഉണ്ടോ? തൊട്ടാവാടി കണ്ടിരിക്കുന്നോന്ന് ഞാൻ ചോദിക്കുമ്പോ കണ്ടണോ എല്ലാരും? ഏത് കാലത്താ കണ്ടത് തൊട്ടാവാടി? ചെറുപ്പത്തിൽ കണ്ടതല്ലേ? ഈ കഴിഞ്ഞ ആഴ്ചയൊക്കെ തൊട്ടാവാടി കണ്ട ആരും കണ്ടോ? നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ. അതുപോലെ എന്തെല്ലാം ഉണ്ട് നാട്ടിൽ? എന്താ ലേശൊന്ന് വോളിയം കുറച്ചാ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. അപ്പൊ വേണ്ടാന്ന് പറയണ്ട, ലേശം ഞങ്ങളെയും കൂടി ഒന്ന് പരിഗണിക്കണേന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തൊട്ടപാടി എങ്ങനെയാന്ന് വെച്ചാൽ തൊട്ടാ തന്നെ ഇങ്ങനെയാണ്. അപ്പോ അതൊരു പ്രതീകമാണ് യഥാർത്ഥത്തിൽ. അതൊരു ചെടി, ആ ചെടി അങ്ങനെ ആയതിന്റെ പിന്നിൽ വേറെ ചില സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയാണ് ചില മനുഷ്യന്മാർ. അപ്പൊ എന്താന്ന് വെച്ചാൽ ഓളങ്ങനെ പറഞ്ഞു കളഞ്ഞു ഉണ്ടല്ലോ, എന്തോ ചെയ്യാ, ഞാനെന്തോ ഇങ്ങനെ ചോദിക്കില്ല ചില ആൾക്കാർ, എന്തോ ചെയ്യും.
പിന്നെ അതേപോലെ ഇങ്ങനെ നോക്കി എന്താപ്പോ അപ്പോ തൊടുമ്പലത്തേക്ക് വാടിപ്പോവാ. ഓല അങ്ങനെ പറഞ്ഞു, ഇവരങ്ങനെ ചോദിച്ചു, ഇവരിങ്ങനെ ആക്ഷേപിച്ചു, ചീത്ത വിളിച്ചു. പല ആളുകളും അവർക്ക് സ്വയം മനസ്സിലായ കാര്യങ്ങൾ തുറന്ന് സമ്മതിക്കാത്തത് എന്താന്ന് വെച്ചാൽ ആക്ഷേപം പേടിച്ചിട്ടാണ്. എന്നെ അങ്ങനെ പറഞ്ഞു കളയും, എന്നെ ആക്ഷേപിച്ചു കളയും, ഇങ്ങനെ എന്നെ ലിസ്റ്റ് ചെയ്യും, എനിക്ക് ചീത്തപ്പേരുണ്ടാവും. ഇതാണ് മറിയമിന് ഇവിടെ ഉള്ള പവർ. എന്താണ്? എന്തൊരു സംഗതിക്ക് വേണ്ടിയാണ് അള്ള തെരഞ്ഞെടുത്തത്? എന്താണ് ഇപ്പൊ നാട്ടുകാരെ മുമ്പിൽ പറയാൻ പോണത്? നാട്ടുകാരെന്താണ് പറയാൻ പോണത്? ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. അപ്പൊ അതിൽ നിന്നെല്ലാം അതിനെയൊക്കെ പ്രതിരോധിക്കാനും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും മറിയമേ നീ സുജൂദ് ചെയ്തോ, നീ റുക്കൂ ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നാട്ടുകാരുടെ ഇടയിൽ നല്ല പേരായിരുന്നു. അല്ലമീൻ അല്ലെ, കണ്ണിലുണ്ണി, നല്ല മുത്താണ്, സത്താണ്. ഖുറൈശികളിൽ ഇത്രത്തോളം നല്ലൊരാളില്ല. പക്ഷേ നുബുവത്ത് കൊടുത്ത് അള്ളാഹ് ആദ്യം തന്നെ പറയുന്ന അറിയോ? ഖുമില്ലൈല ഇല്ലാ ഖലീല, നീ രാത്രി എണീറ്റിട്ട് നിസ്കരിച്ചോ. എന്താ അറിയോ? നിനക്കിതാ പകല് വലിയ ഉത്തരവാദിത്വം വരാൻ പോവാണ്. അപ്പൊ ആ പകല് വലിയ ഉത്തരവാദിത്വം വരുമ്പോൾ അത് താങ്ങാനുള്ള കരുത്ത് വേണമെങ്കിൽ നീ രാത്രിയിൽ കിടന്നുറങ്ങിയാ പോരാ, നിസ്കരിക്കണം. അപ്പൊ ഒരാൾക്ക് കരുത്ത് കിട്ടുന്നത് എവിടുന്നാണ്? നമുക്ക് നിസ്കരിക്കാൻ തന്നെയുള്ള കരുത്തില്ല, ഞാൻ എന്ത് ചെയ്യും? ഒരാൾക്ക് കരുത്ത് കിട്ടേണ്ടത് നിസ്കാരത്തിൽ നിന്നാണ്. നമുക്ക് നിസ്കരിക്കാനുള്ള കരുത്ത് തന്നെ അല്ലാണ്ടായാലോ? അപ്പൊ എന്തായിരിക്കും അതിന്റെ ഒരു അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യങ്ങൾ പറഞ്ഞതോട് കൂടിയിട്ട് അതോ വരുന്നു ഒന്നല്ല 100,000 അമ്പുകൾ ഒരുമിച്ച്. അല്ലേ? നീ കുടുംബം വളർത്തുന്നവനാണ്, നീ പുത്തംവാദിയാണ്, നീ സാഹിറാണ്, മാരണക്കാരനാണ്, നീ കുഴപ്പക്കാരനാണ്, നീ ഭയങ്കര അലമ്പാണ്, ഭ്രാന്തനാണ്. ആദ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആദ്യം അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമാവാൻ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാല് ആ നാട്ടിൽ കാണുന്ന ഒരു കൊള്ളരുതായ്മയും കണ്ടാലും മിണ്ടാതെന്നാല് എല്ലാവർക്കും നല്ല ആളാണ്. പക്ഷെ മുഹമ്മദ് നബി പറയാൻ തുടങ്ങി. അത് എവിടെ കയറിയിട്ട് കുന്നുമ കയറിയിട്ട് എല്ലാരും വിളിച്ചിട്ട് പറയാൻ തുടങ്ങി. അതു മുതലാണ് എന്തായത്? ആക്ഷേപം. ഇപ്പൊ ഇവിടെ അങ്ങനെ തന്നെയാണ് മൂസാ നബി. മൂസാ നബിയെ കൊട്ടാരത്തിലല്ലേ വളർന്നത് തന്നെ. മൂസാ നബിയുടെ വളർന്നത് കൊട്ടാരത്തിലാണ്. മൂസാ നബി എപ്പോഴാണ് പ്രശ്നമായത്? എല്ലാ നബിമാരെ കുറിച്ചും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏതാണ്ട് നബിമാർക്കൊക്കെ 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത്. അള്ളാഹ് അതേപോലെ തെരഞ്ഞെടുത്തണെങ്കിലും 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടിയത് ഏതാണ്ട് എല്ലാവരും. അതുവരെ ആ നാട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് ഇവരൊക്കെ. ആരും പുറത്താക്കിയിട്ടില്ല. പക്ഷെ ഇത് പറയണത് മുതൽ എന്ത് ചെയ്യുന്നു? അതുവരെ ഉറ്റവരും ഉടയവരും വളരെ വേണ്ടപ്പെട്ടവരും വളരെ സ്നേഹിച്ചവരും തിരിച്ചു പറയുന്നു. ഇത് ഇങ്ങനെയാണ്. പക്ഷെ ആ പറയുന്ന നേരത്ത് അത് താങ്ങാനുള്ള കരുത്ത് വേണമെങ്കിൽ, അതിനെ നേരിടാനുള്ള കരുത്ത് വേണമെങ്കിൽ എന്തു വേണം? സുജൂദ് റുക്കൂ, അള്ളാഹുവിനോടുള്ള സമ്പൂർണമായ അടക്കം. അതാണ് കുനൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ മൂസാ നബി ദ്വരുന്നത് തന്നെ എന്താ? ഫിറോവിന്റെ അടുത്തേക്ക് പോകുമ്പോ, പഠിച്ചവനെ ഞാൻ പറയണത് ഈ ചങ്ങായിക്ക് മനസ്സിലാവണേന്നല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ ഒരു സംഗതി ഉണ്ടല്ലോ അതിന്റെ അകത്ത്. റബ്ബി ഇശ്റഹ് ലീ സ്വദ്രി, എന്റെ ഹൃദയത്തെ വിശാലാക്കി തരണേ. കാരണം പോണത് ആരടുത്തേക്കാ? ഫിറോവിന്റെ അടുത്തേക്ക്. ഫിറോൻ എന്തും പറയും. എന്താ കാരണം? ഫിറോനാണെന്നുള്ള തന്നെ കാരണം. വേറെന്തിനാ വേറെ കാരണം? പക്ഷെ ഞാൻ മൂസാ നബിയാണ്, എനിക്ക് അങ്ങനെ എന്തും പറയാൻ പറ്റൂല. ഫിറോൻ എന്തും പറയാം, കാരണം ഫിറോനാണെന്നുള്ളത് തന്നെ കാരണം. പക്ഷെ ഞാൻ മൂസാ നബിയാണ്, എനിക്ക് അങ്ങനെ എന്തും പറയാൻ പറ്റൂല. അപ്പൊ എന്തും പറയാൻ പറ്റാത്ത ഒരു പരിമിതി എനിക്കുണ്ട്, അല്ലേ? അങ്ങനല്ലേ?
ആ പരിമിതിയുള്ള എനിക്ക് പക്ഷേ ഈ ഫിറഔൻ പറയുന്നത് ഉൾക്കൊള്ളാൻ മാത്രമുള്ള ഹൃദയവിശാലത വേണം. ഫിറൗൻ ആക്ഷേപിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ഫിറൗൻ കളവാക്കുമ്പോൾ, ഫിറൗൻ എല്ലാ അർത്ഥത്തിലും മോശപ്പെട്ട വർത്താനം പറയുമ്പോൾ വാടിപ്പോകരുത്. എന്തിനേനും പഠിച്ചോനെ ഞാൻ വെറുതെ ഇന്നെ എന്തിനാ ഇത് ഏൽപ്പിച്ചതെന്ന് ചോദിക്കരുത്. ഉണ്ടല്ലോ, അപ്പൊ അത് ഉൾക്കൊള്ളണം. ആ പറയണതെല്ലാം ഉൾക്കൊള്ളാം. ഫിറോൻ ആദ്യം തന്നെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടാളും ഇപ്പോ പിന്നെ ഇവിടുത്തെ അധികാരം കൈയാളാൻ വേണ്ടി വന്നാണ് ജേ എന്നാണ് ചോദിച്ചത്. മൂസ നബിയും ഹാറൂൻ നബിയും കൊട്ടാരത്തിൽ ചെന്നപ്പോ ഇതാണ് ചോദിച്ചത്. ആരെ ചോദിക്കണേ? ഒരു ന്യായവും ഇല്ലാണ്ട് അധികാരം കയ്യിൽ വെച്ചാളാ ചോദിക്കുന്നത്, നിങ്ങൾ ഇതിനെ വന്നാണ് ചെയ്യുന്നത്. അപ്പോ തകർന്ന് പോകാതിരിക്കാൻ, ചൂളിപ്പോകാതിരിക്കാൻ ഉള്ള ഹൃദയ വിശാലത നൽകണേ. മൂപ്പരമ്മ എന്തോന്ന് പറഞ്ഞപ്പോഴേക്ക് പിന്നെ ആകെ ടെൻഷൻ. എന്റെ ആവശ്യമില്ല. എന്റെ ആവശ്യമുണ്ടോ? ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ഹൃദയം ചെറുതായതുകൊണ്ടാ. നിങ്ങള് ബീച്ചിലൊക്കെ പോയ വലിയ ബലൂണാണല്ലേ, ഇങ്ങനെ അടിച്ചാൽ ഇങ്ങനെ ട ട എന്ന് പറയുന്ന വലിയ ബലൂണ്, എത്ര കാറ്റാ അതിൻ്റെ അകത്ത് കൊള്ളുക അറിയും. കുഞ്ഞു ബലൂണിലോ ഇത്തിരി കാറ്റേ കൊള്ളുള്ളൂ. അത് ലേശം കൂടി വെച്ചാൽ പൊട്ടിപ്പോകും. നമ്മളെ ഹൃദയം അങ്ങനെ തന്നെയാണ്. ഒരു കുഞ്ഞു ഹൃദയമാണെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോ തന്നെ ആളെ ഫേസ് ചെയ്യാൻ കഴിയില്ല. ആകെ ടെൻഷനാവും, ആകെ ബേജാറാവും, ആകെ പ്രശ്നമാവും. ഹൃദയം ഷറഹ് സുദറുണ്ട്, നല്ല വിശാലമായ സുദറാണെങ്കിൽ ഓരോ പ്രശ്നങ്ങളെ എടുത്തിട്ട് ഓരോ മൂലക്കാട് വെക്കും. എന്നാലും ഇഷ്ടംപോലെ സ്ഥലം ബാക്കിയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ലേ? ജീവിതത്തിൽ വന്ന കഷ്ടപ്പാടുകൾ, 2 പെൺകുട്ടികളെ തലാക്ക് അല്ലേ ഈ വീട്ടിൽ കൊണ്ടാക്കിയത് അല്ലേ? 3 ആമക്കൾ മരിച്ചുപോയി, പെൺകുട്ടികളും മരിച്ചുപോയി, നാട്ടിൽ നിന്നും പുറത്താക്കി, ഈ ജാതി എല്ലാ വിളിയും കേൾക്കേണ്ടി വന്നു. റസൂൽ അതെല്ലാം എടുത്തിട്ട് ഓരോ ഭാഗത്ത് വെക്കും. എന്നിട്ട് ആളുകളോട് പുഞ്ചിരിയോടെ വളരെ നല്ല രീതിയിൽ ഇടപഴകും. കാരണം ഹൃദയം എന്തായിരുന്നു? വിശാലം. അപ്പൊ മറിയമേ, നീ നേരിടാൻ പോകുന്ന മഹാസംഭവങ്ങൾ, അതിന്റെ മുമ്പ് നീ നല്ല കരുത്തുള്ളവളാകണം. ആ കരുത്ത് നേടാൻ നിനക്കുള്ള മരുന്ന് നീ അള്ളാഹുവിന് കീഴ്പ്പെടുക, റുക്കുവും സുജൂദും വർദ്ധിപ്പിക്കുക. മഅർ റാക്കിഈൻ എന്നുള്ളതിൽ നിന്ന് മനസ്സിലാവുന്നു, ബൈത്തുൽ മഖ്ദിസിൽ നടന്ന സംഘടിത നമസ്കാരങ്ങളിൽ മറിയം പങ്കെടുത്തു. അപ്പോൾ പുരോഹിതന്മാര് പറയണ മാതിരി പെണ്ണ് എന്ന് പറഞ്ഞാല് അങ്ങനെ അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ പോയിട്ട് ആരോ കാണാണ്ട് ഒറ്റയ്ക്ക് തന്നെ എന്നുള്ള സംഗതി ഒന്നുമില്ല. എന്താണ്? ആ റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? സംഘടിതമായും നിസ്കരിക്കുക എന്ന് പറയുന്ന ഒരു സംഗതി അതിലുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് നീ കരുത്തുള്ള ആളാവുക. അപ്പൊ മറിയമിന്റെ കരുത്തിന്റെ രഹസ്യം നമ്മൾ പരസ്യത്തിൽ കാണല്ലേ? എന്റെ കരുത്തിന്റെ രഹസ്യം എന്താണ്? ജീവൻ ബൂസ്റ്റർ. നമ്മളെ യഥാർത്ഥത്തിലുള്ള ബൂസ്റ്റർ എന്താണ്? അള്ളാഹുമായിട്ടുള്ള ബന്ധമാണ്. അങ്ങനെ ഒരു ബന്ധം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നിങ്ങനെ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ചീത്തപ്പേര് കേട്ടിട്ടാകാം, ആളുകൾ ആക്ഷേപിച്ചിട്ടാവാം, വലിയ വലിയ വല്ല എന്തെങ്കിലും പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടാവാം, ജീവനഷ്ടം, ധനനഷ്ടം, പേടി, ഇതൊക്കെ ഖുർആൻ തന്നെ പറഞ്ഞതാണ്. വബശ്ശിരി സ്വാബിരീൻ, അവിടെയൊക്കെ സുബറുള്ളവർക്ക് സന്തോഷ വാർത്ത, ഒയന്നവർക്കല്ല സന്തോഷ വാർത്ത, ഒളിച്ചോടിയവർക്കല്ല സന്തോഷ വാർത്ത. നമ്മൾ പരീക്ഷയെ തോൽക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടി? പരീക്ഷയെ തോൽക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടി? പരീക്ഷ എഴുതാണ്ടെന്നാ പോരെ? മനസ്സിലായില്ലേ? പരീക്ഷയെ തോൽക്കാതിരിക്കാൻ എന്താ ചെയ്യേണ്ടി? പരീക്ഷ എഴുതാഞ്ഞാ മതി. ഇപ്പൊ നിങ്ങൾ ചിരിച്ചെങ്കിലും നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ എടുക്കുന്ന തീരുമാനം എങ്ങനെയാണ്? നമ്മളെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന പല തീരുമാനവും എങ്ങനെയാണ്? അങ്ങോട്ട് പോഞ്ഞാ മതി, ഓനോട് പറയാഞ്ഞാ മതി, അതിൽ ഇടപെടാഞ്ഞാ മതി,
അങ്ങനെ ഉണ്ടല്ലോ. അതിന്റെ അർത്ഥം പരീക്ഷ എഴുതാൻ ഞാൻ മതിയെന്നാ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള രണ്ടാളുകൾ തമ്മിൽ തെറ്റി നിൽക്കുന്നു. അള്ളാഹുവിന് വളരെയധികം വെറുപ്പുള്ളൊരു സംഗതിയാണ് കുടുംബത്തിലെ ആളുകൾ തമ്മിൽ തെറ്റിയേക്കൽ. അപ്പോ ആരോ നമ്മളോട് പറഞ്ഞു, നിങ്ങളെ വന്ന് പോയിട്ട് വെറുതെ എന്തിനാണ്, എന്താണ് എനിക്കെതിരെയും കൂടി എന്ത് തോന്നണ്ട, വിഷമം തോന്നണ്ട, അതുകൊണ്ട് അങ്ങോട്ട് നോക്കുക തന്നെ ചെയ്യുന്നില്ല, ഇപ്പുറത്തൂടെ അങ്ങനെ പോവുക. അപ്പൊ നമ്മൾ വിജയിച്ചു. എങ്ങനെ വിജയിക്കുന്നത്? നമ്മക്കെതിരെ ആരും ഒന്നും പറയില്ലല്ലോ, ചീത്തപ്പേരൊന്നും ഉണ്ടാവില്ല. ഇടപെട്ടാലോ രണ്ടിലൊരാൾ എന്തായാലും നിങ്ങൾക്ക് എതിരാവും. ചിലപ്പോ രണ്ടാളും എതിരാവും, ചിലപ്പോ രണ്ടാളും നന്നാവും. മൂന്നിനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ രണ്ടാലൊന്ന് നിങ്ങൾക്ക് എതിരാവും, ചിലപ്പോ രണ്ടാളും എതിരാവും, ചിലപ്പോ രണ്ടാളും നന്നാവും. ഈ മൂന്നിനുള്ള സാധ്യതയിൽ ഒരു റിസ്ക് നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ റിസ്ക് ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പരീക്ഷ എഴുതുക എന്ന് പറയുന്നത്. അതിൽ വിജയിക്കാൻ ആവശ്യമായ മുന്നൊരുക്കം നടത്തുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് പഠിക്കുക, വിഷയം പഠിക്കുക, അതെങ്ങനെയെന്ന് ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ കൈകാര്യം ചെയ്യുക, ഇങ്ങനെയാണ്. അപ്പോ പ്രവർത്തിക്കുന്നവർക്കാണ് വിമർശനം ഉണ്ടാവുക. പ്രവർത്തനം ഒന്നും നടത്താതിരുന്നാൽ ആരും വിമർശിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് പരീക്ഷയിൽ ജയിക്കണം, അതിൽ തീരുമാനത്തിന് സംശയമില്ല. പരീക്ഷയിൽ തോൽക്കരുത്, തോൽക്കാതിരിക്കാൻ എന്തു വേണം എന്ന ചോദ്യത്തിന് പരീക്ഷ എഴുതാൻ ഞാൻ മതി എന്ന ഉത്തരമാണ് ഇപ്പൊ നമ്മൾ അധികം ആൾക്കാരും സ്വീകരിക്കുന്ന ഉത്തരം. അങ്ങനല്ല, എഴുതി ജയിക്കണം. അങ്ങനെ ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തണം. അതിന് അള്ളാഹുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കിയത്. പടച്ചോനായിട്ട് വർത്താനം പറയണം, പടച്ചോന് ജീവിതത്തെ സമർപ്പിക്കണം. ലോകത്തുള്ള ആരെക്കാളും അള്ളാഹ്ക്ക് എന്ത് തോന്നും എന്നുള്ള ഇടത്തേക്ക് നമ്മളെ മനസ്സിനെ പാകപ്പെടുത്തണം. അള്ളാഹ്ക്ക് എന്ത് തോന്നും എന്നാണ്. നിശ്ചയത്തിനിട്ട അതേ ചുരിദാറിന്റെ കല്യാണത്തിനിട്ട നാട്ടുകാർക്ക് എന്ത് തോന്നും എന്നത് കോമൺ ആയ ഒരു തോന്നലാണ്. അതുകൊണ്ട് അന്ന് ഒറ്റ പ്രാവശ്യം ഇട്ട് മടക്കി വെച്ചാൽ പോലും അത് പിന്നെ ഇടൂല നമ്മള്, കാരണം ആൾക്കാർക്ക് എന്ത് തോന്നും എന്നതാണ്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെയല്ലേ? പക്ഷെ ഒരു മനുഷ്യന്റെ മുമ്പിൽ ഇടാൻ പറ്റാത്ത അൺസൈസായ നിസ്കാരക്കുപ്പ ഇടുന്നതിന് നമുക്ക് ഒരു ബേജാറും. കാരണം നിങ്ങൾ നിസ്കാരത്തിൽ സൗന്ദര്യം ഉള്ളവരായി നിസ്കാരത്തെ സമീപിക്കുക എന്നുള്ള പറഞ്ഞിരിക്കേ ഞാൻ ഇങ്ങനെ ആക്കി എങ്ങനെയാണ് സാധനം ഇട്ട്, അത് നമുക്ക് തോന്നുന്നില്ല. അത് അതിൽ മാത്രല്ലേ, നിന്റെ സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത് അള്ളാഹ്ക്ക് എന്ത് തോന്നുന്നു, ഞാൻ തെറ്റ് കാണുമ്പോൾ മിണ്ടാതിരുന്നാൽ അള്ളാഹ്ക്ക് എന്ത് തോന്നുന്നു, ആരോടും പ്രത്യേകിച്ച് ഇടപെടാതിരുന്നാൽ പിന്നെ ബദരീങ്ങൾ ഷഹീദാവൂലായിരുന്നല്ലോ, ഇജറ പോണ്ടി ഉണ്ടായിനോ? മക്കത്ത് നമ്മളൊരു സമീപനം, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ ഓർക്ക് അള്ളാഹ് കൊടുത്തോട്ടെ എന്ന സമീപനായിരുന്നെങ്കിൽ മക്കത്ത് വിശ്വാസികൾ വിഗ്രഹത്തിന്റെ അടുത്ത് പോകാതെ മാറി നിന്നാ പോരെ? പോണവർക്ക് അള്ളാഹ് കൊടുത്തോട്ടെ, നമ്മളെന്തിനാപ്പ അതിൽ ഇടപെടുന്നത്? ജീവനോടെ കുഴിച്ചു മൂടുന്നു, ആരോ കുഴിച്ചു മൂടിക്കോട്ടെ, നമ്മളെന്തിനാപ്പ അതിന് പോണത്? പലിശ വാങ്ങുന്നു, ആരോ വാങ്ങിക്കോട്ടെ, ഓർക്ക് അള്ളാഹ് കൊടുത്തോട്ടെ. വേണമെങ്കിൽ ഒരു കുനൂത്ത് നടത്തുക, പടച്ചോനെ പലിശ വാങ്ങുന്നവരെ നശിപ്പിക്കണേ, ആമീൻ, പലിശ വാങ്ങുന്നവരെ നശിപ്പിക്കണം. അങ്ങനെ ആയാല് പിന്നെ ഇജറ പോണം. അതിലൊക്കെ റസൂൽ ഇടപെട്ടു. റസൂലുള്ളാഹിന്റെ അടുത്ത് അബൂജഹൽ അവകാശം കൊടുക്കില്ല എന്ന് പറഞ്ഞു വന്നപ്പോ റസൂലുള്ള പറഞ്ഞു, നടക്ക അങ്ങോട്ട് നിന്ന്, അങ്ങോട്ട് അബൂജഹലിന്റെ പോരിലേക്ക്. അതിന് നിൽക്കണം. അപ്പൊ അതിന് നിന്നാൽ നാട്ടിൽ നിന്ന് പോണ്ടി വരും. പോയി. അതിനെ കൊണ്ടാണ് ബദർ പോണ്ടി വന്നത്, അതുകൊണ്ടാണ് ഷഹീദാണ്ടി വന്നത്. അപ്പൊ ഇവിടെയൊക്കെ പരീക്ഷ എഴുതാതെ തോൽക്കാതിരിക്കുക എന്ന് പറയുന്ന ഒളിച്ചോടൽ നയം നമ്മളെ ജീവിതത്തിൽ സ്വീകരിക്കരുത്. സപ്പോർട്ട് വേണ്ട, എന്തിനാണ് പറഞ്ഞ സപ്പോർട്ട് കിട്ടൂല, കിട്ടണ്ട, അതാണ് പറഞ്ഞത്. ആരെങ്കിലും സപ്പോർട്ട് കിട്ടുന്ന പണിയാണോ ഇപ്പൊ മറിയം ചെയ്യാൻ പോണം? എല്ലാവരും ചെയ്തത് അങ്ങനെയാണ്. വറഖത്ത് ബിൻ നൗഫൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞല്ലോ, ഈ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു. ജിബ്രീൽ വന്നു, ജിബ്രീലാന്നൊന്നും അറിയില്ല, ഇങ്ങനെ വന്ന് വായിക്കാൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞൂടാ, അപ്പൊ എന്നെ പിടിച്ച് ഞെക്കി. അപ്പൊ പിന്നെയും വായിക്കാൻ, ഇതൊക്കെ കൂടി വഹീന്റെ ആദ്യ രംഗങ്ങൾ പറഞ്ഞപ്പോ
വറക്കത്ത് ബിൻ നൗഫൽ എന്ന വേദപണ്ഡിതൻ പറഞ്ഞു, ആ ഇത് നബി തന്നെയാണ്, നിങ്ങൾ നബിയാണ്. അപ്പോ ഇനി നിങ്ങളെ നാട്ടിൽ നിന്ന് നാട്ടുകാർ പുറത്താക്കുമ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാവും. നബിക്ക് അത്ഭുതം, എന്നെ നാട്ടുകാർ പുറത്താക്ക്. കാരണം നാട്ടുകാരുടെ ഇപ്പോഴുള്ള സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെയാണ്. പിന്നെ ഇന്നെങ്ങനെ നാട്ടുകാർ പുറത്താക്കുക? പക്ഷെ സംഭവിച്ചില്ലേ? അതാ സംഭവിച്ചു. അപ്പോൾ അള്ളാഹുവിനോടുള്ള ബന്ധത്താൽ വേണം നമ്മൾ നമ്മുടെ ജീവിതത്തെ കരുത്തുള്ളതാക്കി മാറ്റാൻ. അപ്പോൾ ലജ്ജാബോധം വേണം. ആണിനും വേണം, പെണ്ണിനും വേണം. പെണ്ണിന് മാത്രം ലജ്ജ അങ്ങനൊന്നുമില്ല കേട്ടോ. ആണിനും ഹയാ വേണം, പെണ്ണിനും ഹയാ. പക്ഷെ ലജ്ജ, വിനയം, വിട്ടുവീഴ്ച എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം ദുർബലനാണ് അല്ലെങ്കിൽ ദുർബലയാണ് എന്നല്ല, തൊട്ടാവാടിയാണ് എന്നല്ല, ഒളിച്ചോടുന്നയാളാണ് എന്നല്ല. പിന്നെന്താണ്? ശക്തയാണ് എന്നായി വരണം, ശക്തനാണ് എന്നായി വരണം എന്നർത്ഥം. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ يلقون أقلامهم أيهم يكفل مريم وما كنت لديهم إذ يختصمون. 44. ذلك അത് മിൻ അൻബാഇൽ ഗൈബ്. അപ്പോ ഇതുവരെ മറിയമിനോട് മലക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് പറഞ്ഞത്. പെട്ടെന്ന് ഇത് മാറിപ്പോ ഇപ്പൊ നബിയോടാ പറയുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഖുർആന്റെ ഒരു ശൈലി കണ്ണിനോടും കാതിനോടും സംസാരിക്കുന്ന ശൈലിയല്ല, ഖൽബിനോട് സംസാരിക്കുന്ന ശൈലിയാണ്. സംസാരം ഖൽബിനോടാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരുന്നതിന്റെ ഷേഡെല്ലാം പോയി വന്നു. ചിലരിപ്പോഴും വന്നില്ല, പക്ഷേ പോയി ഇങ്ങനെ വരികയാണ് പെട്ടെന്ന്. ഇങ്ങനെ ഇങ്ങനെ ഞാൻ പല കാര്യം പറഞ്ഞപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെ പോയി വരിക. ഇതാണ് മനസ്സ്, ഹൃദയം അങ്ങനെയാണ്. പെട്ടെന്ന് 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 പത്തിരി ചുടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് പൊടിയെടുത്ത് കുഴച്ച് പത്തിരി ചുട്ട് പാത്രത്തിലാകണവരെ പത്തിരി മാത്രം ചിന്ത. അങ്ങനെ ഉണ്ടോ? പഠിച്ചോനെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും നേരം തയ്യോ? 100 കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ. അതിൽ പെണ്ണുങ്ങളാണ് ആണുങ്ങളെക്കാൾ കുറച്ചുകൂടി കഴിവ് കൂടിയത് എന്നാണ് ആളുകൾ പറയുന്നത്. മൾട്ടി ടാലന്റ്, ഒരേ സമയത്ത് പലതും ചെയ്യാൻ കഴിയുന്ന കഴിവ് പെണ്ണ്. അല്ലെങ്കിൽ ഒരുപാട് കഴിവ് പെണ്ണുങ്ങൾക്ക് തന്നെ കേട്ടോ. ആണുങ്ങൾ പാവങ്ങളാണ്, അവർക്കൊരു ഒച്ച ഉണ്ട് എന്നേ ഉള്ളൂ. ഈ പ്രഷർ കുക്കർ ഒച്ച ഉണ്ടാക്കൂലേ? പ്രഷർ കുക്കർ ഈ എന്താ പറയാ, ആവി പുറത്തേക്ക് പോകാനാണ് ഒച്ച ഉണ്ടാകണേ. ഒച്ച കേട്ടായിരിക്കും മൊത്തം പ്രഷർ കുക്കറാണ്. സംഗതി എന്താണ്? ആവി ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ആവി പോയാൽ അത് സാധനം അതാണ് നിന്നോളൂ. ഈ ആവി പോകുമ്പോ പാഞ്ഞു പോയി പൊത്തിപ്പിടിക്കാൻ നിൽക്കരുത്. പൊത്തിപ്പിടിച്ചാ പൊട്ടിത്തെറിക്കും. കുടുംബജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ പ്രഷർ പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് സേഫ്റ്റി വാൽവിന്റെ ഉള്ളിൽ നിന്ന് കാറ്റ് വരുമ്പോൾ പാഞ്ഞു പോയിട്ട്, നിങ്ങൾ ഇന്ന് അങ്ങനെ പറഞ്ഞാലേ ഞാൻ അങ്ങനെ ചെയ്തതല്ല എന്നൊന്നും പറഞ്ഞു പോയരുത്. പോയാല് എന്താവും? പ്രഷറിന് പുറത്തു പോകാൻ കഴിയാണ്ട് പൊട്ടിത്തെറിക്കും. അപ്പൊ തൽക്കാലം പ്രഷർ പോയി തീർന്നോട്ടെ എന്ന് വെച്ചാൽ മതി. അത് ഫുള്ള് പോയില്ലെങ്കിൽ ചെറിയ ചട്ട എടുത്ത് ഒന്നുകൂടി പൊന്തിച്ച് ഫുള്ള് പ്രഷർ പോക്കുക. പോയതിന്റെ ശേഷം പിന്നെ മൂടി തുറന്നാൽ നല്ല കൂട്ടാൻ കിട്ടും, നല്ല വെന്തിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അങ്ങനെ ചെയ്താലേ ജീവിതം വിജയിക്കുള്ളൂ. പ്രഷർ എന്താക്കരുത്, ഒരിക്കലും നമ്മൾ പിടിച്ചു വെക്കരുത്. അപ്പോ പെണ്ണുങ്ങൾക്ക് ഭയങ്കര കരുത്താണ്. ആ കരുത്ത് ആണുങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് പെണ്ണുങ്ങൾ മനസ്സിലാക്കണം. ആണുങ്ങൾ ഒരു ഒച്ച ഉണ്ടാക്കുമ്പോഴേക്ക് നിങ്ങൾ വിചാരിക്കരുത് ഇത് വേറെന്തോ ആണെന്ന്. ഇത് ഈ പ്രഷർ ഒന്ന് പോയാൽ ചിലതൊക്കെ റോട്ടുമെന്നുള്ള പ്രഷറായിരിക്കും, അത് അവിടെ നിന്നും പറയാൻ പറ്റില്ല. അപ്പൊ പുരയിലൊന്നും പറയും. ചിലത് കച്ചവടത്തിലുള്ള പ്രഷറായിരിക്കും, ഒന്നും ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല സാധുവിന്. അപ്പൊ ഇയാൾ വിചാരിച്ചോടത്തൊക്കെ മറ്റൊരാളെ സാധനം കൊണ്ടുവച്ചിട്ടുണ്ടാവും. മാർക്കറ്റിൽ ഭയങ്കര പ്രയാസത്തിലിരിക്കും. അപ്പൊ ചിലപ്പോ പുരയിൽ വന്നാല് അപ്പൊ നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യണോ? അതാണ് പാചക കലക്ക് ദാമ്പത്യ ജീവിതത്തിൽ വലിയ ബന്ധമുണ്ട്.
അത് നിങ്ങൾ ഈ ആണുങ്ങൾക്ക് എന്താ ഞാൻ ഉണ്ടായിക്കോളും ചോദിച്ചിട്ട് കാര്യമില്ല. അത് ആ സമയത്ത് അങ്ങനെ പരിചരിച്ചാൽ ഈ പ്രഷർ. ഞാൻ ആനുഷംഗികമായി സൂചിപ്പിച്ചതാണ്, നമ്മളെ വിഷയം അതല്ല. പെണ്ണുങ്ങൾക്ക് വലിയ കഴിവാണ്, മൾട്ടി കഴിവാണ്. ഒരേ സമയത്ത് തന്നെ പല പണികളും എടുക്കാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നതോടൊപ്പം എന്നാൽ പലപ്പോഴും എല്ലാ പണിയും പൈതിയാക്കി വെക്കുന്ന ഒരു സംഗതി കൂടി ഉണ്ട്. അതും നമ്മൾ ഉള്ള എല്ലാം പറയണ്ടേ. ഒരു സാധനം മര്യാദയ്ക്ക് തൽക്കാലം മുടക്കട്ടെ, അത് കുറച്ചതിൻ്റെ അടുത്തേക്ക, അത് അങ്ങനെ എന്ന് പറഞ്ഞ് വെച്ചേക്കുന്ന ഒരു പ്രശ്നവും കാണാതിരുന്നുകൂടാ. പക്ഷെ അത് ഇതൊക്കെ തമ്മിൽ പരസ്പരം ബന്ധമില്ല. ആണുങ്ങളാവുമ്പോ ഏതാണോ പണി അപ്പണി കഴിഞ്ഞിട്ടാണ് അടുത്ത പണിക്ക് പോവുക. പക്ഷെ അപ്പണി പരമാവധി ചെയ്തിട്ട് മൂടി മുറുക്കിയിട്ട് അവിടെ വെച്ചതിന് ശേഷമാണ് അടുത്ത. ഇതിന്റെ മൂടി തുറന്ന് അവിടെ വെച്ച് കഴിഞ്ഞാൽ മറ്റേ അല്ലാന്ന് ഇങ്ങനെ തന്നെ അല്ലേ ഞാൻ പറയുന്നതിന് വ്യത്യാസം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയട്ടോ. നിങ്ങൾ മനസ്സിലാക്കിയ തെറ്റാളത് ഇങ്ങനൊക്കെ തന്നെ അല്ലേ? അപ്പൊ അങ്ങനൊക്കെ തന്നെ പോയാൽ മതി. അതൊന്നും വേറെ ഒന്നും രൂപത്തിലാക്കണ്ട. അപ്പൊ ഈ വ്യത്യസ്തമായ കഴിവുകൾ, വ്യത്യസ്തമായ സംഗതികൾ ഒരേ സമയത്ത്, ഇതാണ് കൽബിന്റെ പ്രത്യേകത എന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. ആ കൽബിനോട് സംസാരിക്കുന്ന ഖുർആൻ അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞ് പൂർത്തിയാക്കി അടിവരയിട്ട് അത് ക്ലോസ് ചെയ്ത് അടുത്ത് പറയല്ല ചെയ്യാം. നമ്മളെ മനസ്സ് സഞ്ചരിക്കും പോലെ ഇങ്ങനെ സഞ്ചരിക്കും. ഇപ്പൊ മറിയമിനോട് പറഞ്ഞ കാര്യമാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. പെട്ടെന്ന് തന്നെ അഭിസംബോധന റസൂലിലേക്ക് നീങ്ങി. എന്നിട്ട് പറയാണ്, ഇതൊക്കെ എന്താണെന്നറിയോ? ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ نُوحِيهِ إِلَيْكَ. അദൃശ്യ വിവരങ്ങളിൽ പെട്ടതാണ് ഇതൊക്കെ, നിനക്ക് അത് നാം വഹി നൽകുന്നു. വമാ കുൻത, നീ ഉണ്ടായിരുന്നില്ല, ലദൈഹിം അവരോടൊപ്പം, ഇത് യുൽഖുന അവരെറിയുമ്പോൾ, അഖ്ലാമഹും അവരുടെ എഴുത്താണികൾ അല്ലെങ്കിൽ നറുക്കുകൾ, അയ്യുഹും യക്ഫുലു സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് നിശ്ചയിക്കാൻ. മറിയമിന്റെ വമാ കുൻത നീ ഉണ്ടായിരുന്നില്ല, ലദൈഹിം അവരോടൊപ്പം, ഇത് യഖ്തസിമൂൻ അവർ തർക്കിക്കുമ്പോൾ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വായിലൂടെയാണല്ലോ ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും അവിടെ നടക്കുമ്പോ നീ അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ മറിയമിനെ പള്ളിയിലേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്ക് കൊണ്ടാക്കിയപ്പോ ആരാണ് മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുക്കുക എന്ന വിഷയത്തിൽ പലരും അവകാശവാദം ഉന്നയിച്ചു. അപ്പൊ സക്കരിയ പറഞ്ഞു, മറിയമിന്റെ ഉമ്മ എൻ്റെ ഭാര്യന്റെ സഹോദരിയാണ്, അതുകൊണ്ട് ഞാനാണ് അവരെ നോക്കാൻ കൂടുതൽ ഉത്തമം എന്ന് പറഞ്ഞു. അത് ആൾക്കാർ അംഗീകരിക്കാതെ വന്നപ്പോ എന്ത് ചോദിച്ചാൽ നറുക്കിട്ടു. പക്ഷെ നറുക്ക് വീണത് ആർക്കാണ്? സക്കരിയക്കാണ്. അതിൽ നിന്ന് ഫുഖഹാക്കൾ പറയുന്നു, സക്കരിയയുടെ ആ വാദത്തെ അള്ളാഹുവും എന്താക്കി? അംഗീകരിച്ചു. അതിൽ നിന്ന് ഒരു ഉമ്മ മരിച്ചാൽ ആ കുട്ടിയെ നോക്കാനുള്ള അർഹത ഉമ്മാന്റെ സഹോദരിക്കുണ്ട് എന്ന കർമ്മശാസ്ത്ര വിധി ഉണ്ടായി. മനസ്സിലായി ഓരോ കാര്യങ്ങൾ വരുന്നത്? അപ്പൊ ഇവര് നറുക്കിട്ടിട്ടാണ് തീരുമാനിച്ചത്. പക്ഷെ നബിയെ അവർ നറുക്കിടുമ്പോൾ അങ്ങവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ ബൈബിളിലും ഇങ്ങനെ വിശദമായിട്ട് വന്നിട്ടില്ല. അപ്പോൾ കയ്യിലുള്ള ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ക്രിസ്ത്യാനികളുടെ കയ്യിലുള്ള കിതാബിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. എന്നാലോ ആ കാലത്ത് നബി അവിടെ ഉണ്ടായിരുന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ നബി എങ്ങനെയാണ് ഇത് പറയുന്നത്? നൂഹിഹി ഇലൈക, അള്ളാഹുവിന്റെ വഹി മൂലമാണ് പറയുന്നത്. അപ്പോൾ വിശുദ്ധയായ കന്യകയായ മറിയമിനെ കുറിച്ച് ഇത്ര വിശദമായ കാര്യങ്ങൾ അതിനൊക്കെ എത്രയോ കാലത്തിന് ശേഷമുള്ള ഒരാൾ പറയുമ്പോൾ അത് സ്വന്തം പറയല്ല എന്നും അള്ളാഹുവിൽ നിന്നുള്ള വഹിയാണെന്നും ഇത് നബിയാണെന്നും മനസ്സിലാക്കാവുന്നിടത്തോളമുള്ള തെളിവുകൾ അവർക്കുണ്ട്. ആ തെളിവുകൾ അനുസരിച്ചുകൊണ്ടാണ് ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ അംഗീകരിക്കേണ്ടത്. അഖ്ലാമുഹും എന്ന് പറഞ്ഞാൽ കലമിന്റെ ജംആണ്. അതായത് എഴുത്താണി, പെൻ
അതന്നെയാണല്ലോ എഴുത്താണ്. ഇത് അമ്പ് എന്നും പിന്നെന്താ നാരായം അങ്ങനത്തെ ഒക്കെ അതായത് നറുക്കെടുക്കാൻ വേണ്ടി ഇവർ ഉപയോഗിച്ചിരുന്ന അന്നത്തെ ഒരു പരിപാടിയും കൂടി ആയിരുന്നു അത് എന്നാണ്. അവരൊരു സാധനം ഉണ്ടാക്കി വെള്ളത്തിലേക്ക് എറിയും. ആ വെള്ളത്തിൽ താണു പോവാതെ പൊന്തി കിടക്കണത് ആരെ പേര് എഴുതിയ നറുക്കാണോ അവർക്കാണ് നറുക്ക് കിട്ടുക. എല്ലാം താന്നു പോയാൽ അതിന്റെ മുന മേലോട്ട് നിൽക്കണ അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികൾ അതാണ് നറുക്ക്. അപ്പൊ ഒരേ അർഹതയുള്ളവരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കാൻ നറുക്കെടുക്കാവുന്നതാണ് എന്നതും ഇതിൽ നിന്ന് മനസ്സിലാവും. നറുക്കെടുപ്പ് ഇസ്ലാമിൽ അനുവദനീയമാണ്. എപ്പോൾ? ഒരേ അർഹതയുള്ള ആളിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കേണ്ടി വരുന്നു. ഒന്നാം സ്ഥാനം കൊടുക്കണം. എല്ലാവർക്കും 10 മാർക്കായാൽ അപ്പൊ നറുക്കെടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര പോകാൻ നറുക്കെടുപ്പിലൂടെ ഭാര്യമാർ തെരഞ്ഞെടുക്കുക. എന്ന് പറഞ്ഞാൽ എല്ലാരെയും ഒരേ അർഹത, എല്ലാരും കൊണ്ടുപോകാൻ അർഹതയാണ്. അപ്പൊ അതിലൊരാളെ എന്ന് പറയുമ്പോ അങ്ങനെ അതല്ലാത്ത നറുക്കുകളുണ്ട്. ചൂതാട്ടവുമായി ബന്ധപ്പെട്ട അത് ഇസ്ലാം വിരോധിക്കുകയും ചെയ്തിരിക്കും. അപ്പൊ നറുക്ക് എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ പറ്റും. ഇവിടെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നാം നിനക്ക് ബോധനം നൽകുന്ന അഭൗതികമായ വിവരങ്ങളിൽപ്പെട്ടതാണിത്. തങ്ങളിൽ ആരാണ് മറിയമിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതെന്ന് നിശ്ചയിക്കാൻ അവർ തങ്ങളുടെ എഴുത്താണികൾ എറിഞ്ഞ് നറുക്കിട്ടപ്പോൾ നീ അവരോടൊപ്പം ഉണ്ടായിരുന്നില്ല. അക്കാര്യത്തിൽ അവർ തർക്കിച്ചു കൊണ്ടിരുന്നപ്പോഴും നീ അവിടെ ഉണ്ടായിരുന്നില്ല. നിനക്ക് അള്ളാഹു വഹയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചു തന്നിട്ടുള്ളത് എന്നർത്ഥം. അപ്പൊ അവിടെ ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ടായിരുന്ന അറിവുകളിൽ പോരായ്മകൾ ഉണ്ടായിരുന്നു, കൃത്യത ഉണ്ടായിരുന്നില്ല, ചിലത് തമ്മിൽ ഒക്കൂലായിരുന്നു. പക്ഷെ ഖുർആൻ അതിനെന്ത് ചെയ്തു? വളരെ കൃത്യമായ ഒരു പിക്ചർ അവരുടെ മുമ്പാകെ നൽകി എന്നതാണ്. ഇനി നേരെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. ഇതൊരു ഇടവാക്യമാണ്. ഈ വാക്യം നബിയോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി തിരിച്ച് അങ്ങോട്ട് തന്നെ പോവാണ്. ഇത് ഖാലത്തിൽ മലായികതു യാ മറിയമു ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹു ഈസ ഇബ്നു മറിയം المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين إذ قالت. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വരിയായിട്ട് പറയല്ല. എങ്ങനെ? നിന്നെ വിശുദ്ധയാക്കി, നിന്നെ തെരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞ അന്നേരം തന്നെ അല്ല ഇത് പറയുന്നത്. അങ്ങനെ തെരഞ്ഞെടുത്തു എന്ന് പറയുന്നതും വിശുദ്ധയാക്കി എന്ന് പറയുന്നതും ഒക്കെ ഒരു സന്ദർഭത്തിലാണ്. പിന്നീട് ഒരു സന്ദർഭത്തിൽ വീണ്ടും മലക്ക് വന്നിട്ടാണ് ഇത് പറയുന്നത് എന്നെങ്ങനെ മനസ്സിലാക്കാം എന്ന് ചോദിച്ചാൽ വീണ്ടും ഇത് എന്ന് പ്രയോഗിച്ചതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് വേറൊരു സന്ദർഭത്തിലാണ്. അപ്പൊ ഇങ്ങനെ വിശുദ്ധയാക്കി നിസ്കരിക്കാൻ ഏൽപ്പിച്ചു, അല്ലെ? അതേപോലെ തന്നെ നല്ല കരുത്തും യോഗ്യതയും ശേഷിയും ഒക്കെ ഉണ്ടാവാനുള്ള ആവശ്യമായ കോച്ചിങ് ആണ് കൊടുത്തത് മലക്കുകൾ വന്ന്. അങ്ങനെ അതൊക്കെ നേടി കരുത്തയായി സജീവയായി മറിയം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് മലക്ക് വന്നിട്ട് പറയുന്നത്, അല്ലയോ മറിയം, അല്ലാഹു നിശ്ചയമായിട്ടും അല്ലാഹു യുബശ്ശിറുകി, നിന്നെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ബികലിമത്തിൻ, ഒരു വചനത്തെ സംബന്ധിച്ച്, മിൻഹു, അവനിൽ നിന്നുള്ള, ഇസ്മുഹു, അവന്റെ പേര്, അൽ മസീഹു ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ മസീഹ് ഈസ എന്നാകുന്നു. വജീഹൻ, മഹത്വമുള്ളവനാണ്, ഫിദ്ദുനിയ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും, വമിനൽ മുഖറബീൻ, അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവനുമാണ് അവൻ എന്നാണ്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കന്യകയായ ഒരു പരിശുദ്ധയായ ഒരു കുലീനയായ ഒരു പെണ്ണിനോട് മനുഷ്യരൂപത്തിൽ വന്ന മലക്കാണ് സംസാരിക്കുന്നത്. അത് വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. മനുഷ്യരൂപത്തിലാണ് മലക്ക് വന്നത്. മനുഷ്യരൂപത്തിൽ മെഹ്റാബ് മറിയമിൽ വന്ന ഒരു മലക്ക് ആ പെണ്ണിനോട്, ലജ്ജാശീലമുള്ള വിശുദ്ധയായ, അല്ലെ, ആ ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന ഒരു രീതി
ഇനി ഗർഭിണിയാവാൻ പോവാണ് എന്ന രീതിയല്ല. വളരെ എന്താ പറയാ, മാന്യതയുടെ അങ്ങേയറ്റത്ത് ഇതാ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്ത, ഒരു വചനത്തെക്കുറിച്ച ഒരു സന്തോഷ വാർത്ത നിന്നെ അറിയിക്കുകയാണ് കേട്ടോ. ഇത് കുട്ടിനെ പറ്റിയാണ് എന്ന് മനസ്സിലാവുന്നത്. ഇസ്മുഹു, അവന്റെ പേര് അൽ മസീഹു ഈസ ബിനു മറിയം എന്നായിരിക്കും. അവൻ മഹത്വമുള്ളവനാണ്, ഈ ലോകത്തും പരലോകത്തും അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിച്ചവനുമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ആ എന്ന അവസ്ഥയിലുള്ള ഒരാളാണെങ്കിൽ അന്നേരം എന്താ ഇപ്പോ അതോടെ കഴിഞ്ഞ്. ചില ചോദ്യങ്ങളൊക്കെ മറിയം തിരിച്ചു ചോദിക്കുന്നുണ്ട്, അത് അടുത്തടുത്ത ആയത്തുകൾ വരുന്നുണ്ട്, അപ്പം പറയാം. പക്ഷെ ആ ചോദ്യം ചോദിക്കുമ്പോഴും വളരെ ബോൾഡായിട്ടാണ് ചോദിക്കുന്നത്. അതിന് ന്യായങ്ങളാണ് ചോദിക്കുന്നത്. ആ ന്യായം പറഞ്ഞോടുകൂടി ഒക്കെ മനസ്സിലാവുകയും ചെയ്തു. പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ടാണ് അത് കേൾക്കുന്നത്. അപ്പോ ആ കരുത്ത്, അത് കേൾക്കാനുള്ള ഒരു കരുത്ത്, അത് മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ആർക്കുണ്ട്? നമ്മളെല്ലാവരും ആ ഒരു കരുത്ത് നേടിയെടുക്കണം, ആ ശേഷി നേടിയെടുക്കണം. എന്തും കേൾക്കാം. ഒരു മരിച്ച വിവരം കേട്ടാൽ തന്നെ ഞാൻ പിടിച്ചോളി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത് നമ്മളെ മനസ്സിന് കെൽപ്പില്ലാത്തതുകൊണ്ട്, കരുത്തില്ലാത്തതുകൊണ്ട്. ഈ കരുത്ത് നമ്മൾ നേടിയെടുക്കേണ്ടത് നമ്മുടെ സ്വലാത്തിലൂടെയാണ്, നമ്മുടെ നിസ്കാരത്തിലൂടെ, നമ്മുടെ ദിക്റിലൂടെ. ഞാൻ ഒരു മരണ വീട്ടിൽ പോയി. എൻ്റെ ഭാര്യന്റെ കുടുംബമാണ്, ആക്സിഡന്റിൽ മരിച്ച. അപ്പോ വാപ്പയും മോനും കൂടി മാനന്തവാടി അങ്ങാടിയിൽ നിന്ന് എന്തെല്ലോ സാധനമൊക്കെ വാങ്ങി ഇവന്റെ ഓട്ടോറിക്ഷ കയറ്റി. അപ്പൊ വാപ്പക്ക് അതിൽ കയറാൻ സ്ഥലമില്ല, കാരണം കണ്ടമാന സാധനം ആയതുകൊണ്ട്. അപ്പൊ വാപ്പ പറഞ്ഞു, ഞാൻ ബസ്സിന് വരാം, കാരണം ഈ സാധനം കൂടി ആയിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ഇവൻ ഓട്ടോറിക്ഷ പോയി, വാപ്പ ബസ്സിൽ വരികയാണ്. ബസ് 2 സ്റ്റോപ്പ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോ ഒരു വണ്ടി മറിഞ്ഞ് കിടക്കുന്ന കാണുന്നു, ഓട്ടോറിക്ഷ മറിഞ്ഞാണ്. അപ്പോ വേറെ ഒരു വന്നിട്ട് ആക്സിഡന്റ് ആയിട്ട് ഈ മോൻ സ്പോട്ടിൽ മരിച്ചു കഴിഞ്ഞു. അപ്പൊ അത് പിന്നെ വരുന്ന ബസ്സിൽ വരുന്ന വാപ്പയാണ്. ആരോ ആണെന്ന് വിചാരിച്ചിട്ടാണ് വാപ്പുള്ളത്. വാപ്പക്കാളെന്ന് മനസ്സിലായില്ല, അപ്പോഴേക്കാൾ എടുത്തുകൊണ്ട് പോകിച്ചു. അന്നേരം വാപ്പ കണ്ടിട്ട് തന്നെയല്ല, മോനാന്നും അറിയില്ല. പിന്നെയാണ് മനസ്സിലായത് മോനാണ്. അതല്ല പ്രശ്നം. ആ പുരേ പോയേക്കുമ്പോ ഇവന്റെ ഭാര്യയുണ്ട്, ചെറുപ്പക്കാരിയാണ്, ഒരു ചെറിയ കുഞ്ഞനാണ്, 1-1.5 വയസ്സുള്ള ഒരു കുഞ്ഞനാണ്, വേറൊന്നുമില്ല, അത്രേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടും ആയിട്ടുള്ളൂ. പക്ഷെ അവളുടെ ഒരു നിങ്ങളല്ലോ ഒരു വല്ലാത്ത ഒരു ഉറപ്പ്, അവളുടെ ഇരുത്തം, അവളെ ആർക്കും ആശ്വസിപ്പിക്കേണ്ടി വരുന്നില്ല. അവൾ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന ഒരവസ്ഥയിലാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചത് അവൾ ഇങ്ങനെയാണ്. അപ്പൊ അവള് ഈ പറഞ്ഞതായിരുന്നു, അവളുടെ ബന്ധം, അവളുടെ ദിക്ർ, അവളുടെ ഖുർആനുമായുള്ള ബന്ധം, അവളുടെ ആ ഒരു ഈമാൻ അവൾക്ക് നൽകിയ ഒരു കരുത്ത്. പിന്നെ ഇപ്പോൾ അവള് വേറെ കല്യാണമൊക്കെ കഴിഞ്ഞു, അതിൽ വേറെ കുട്ടിയൊക്കെ ഇങ്ങനെ ജീവിച്ചു പോകണം, അൽഹംദുലില്ലാ. ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സിനെ നമ്മൾ ബലപ്പെടുത്തണം, കരുത്തുണ്ടാക്കിയെടുക്കണം. ആ കരുത്ത് വെറുതെ ഉണ്ടാവൂല. അത് നിങ്ങൾ വേറെ കൗൺസിലിങ്ങിനും പോയിട്ട് കാര്യമില്ല. ഇതന്നെയാണ് കൗൺസിലിങ്. ഞാൻ ഇപ്പൊ കൗൺസിലിങ് ചെയ്യാന്ന് വിചാരിച്ചാൽ മതി. ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഉണ്ടാക്കുക, അധികരിപ്പിക്കുക. ദിക്റുകളും ദുആകളും ഒരു പക്ഷെ നമുക്ക് വളരെ ഉഷാറായിട്ട് ഓതാൻ അറിഞ്ഞുണ്ടെങ്കിൽ തപ്പിത്തടഞ്ഞെങ്കിലും നമുക്കിപ്പോ അങ്ങനെയല്ല കേട്ടോ, നമ്മളൊക്കെ പഠിച്ച ആൾക്കാരാണ്, എന്നാലും വേണ്ടില്ല. എപ്പോഴും ഖുർആനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക, അള്ളാഹുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുക, നാവിൽ എപ്പോഴും ദിക്റിന്റെ നനവുണ്ടാവുക. അത് നമുക്ക് കരുത്തു പകരും. ദുനിയാവിൽ നമുക്ക് ഈമാൻ ഉണ്ടാവും, നിർഭയത്വം ഉണ്ടാവും, ഖൈറുണ്ടാവും. അങ്ങനെയുള്ള ഒരു നല്ല കരുത്തിലാണ് മറിയം ഇത് കേൾക്കുന്നത്. എന്താണ് അൽ മസീഹ്, എന്തായിരുന്നു ഇവിടെ പറഞ്ഞ മഹത്വം, ഈ ലോകത്തും പരലോകത്തും ഉള്ള അത്തരം സംഗതികൾ എന്താന്നൊക്കെ ഇൻഷാ അല്ലാഹ്, അള്ളാഹു അനുഗ്രഹിച്ചാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. ഇതിന്റെ തുടർച്ച ആയത്തുകളും ഉണ്ട്, ഇതിന്റെ തന്നെ വിശദീകരണവും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അള്ളാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഹിദായത്ത് ലഭിച്ച ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വീഴ്ചകൾ അള്ളാഹു നമുക്ക് പുറത്തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് നമുക്ക്
നല്ല ഈമാനും ഇഹ്സാനും നല്ല മനസ്സുറപ്പും നല്ല ഇസ്തിഖാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ ഇടയിലുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.